യേശുക്രിസ്തു നയ്യും പട്ടണത്തോട് അടുക്കുമ്പോൾ അവിടെ ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി മഞ്ചത്തിലാക്കി കൊണ്ടുവരുന്നതായി കാണുവാനിടയെത്തുന്നു. കാരണം അവിടെ ഭർത്താവ് മരിച്ചുപോയി നാളുകളായി. ആ ഒരു വേദന മാറാത്ത മുമ്പ് ആകെയുള്ളൊരു മകനായിരുന്നു, അവനും നഷ്ടപ്പെട്ടു പോയി. ആ വിധവയുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം മുന്നോട്ടില്ലെന്ന്, ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണെന്ന്, എൻ്റെ ജീവിതം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്ന് വളരെ പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ആ മകനെ പെട്ടിക്കകത്ത് അല്ലെങ്കിൽ മഞ്ചത്തിക്ക് ആക്കി ചുമന്നുകൊണ്ട് പട്ടണത്തിൻ്റെ പുറത്തുകൊണ്ട് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് ആ പട്ടണ വാതിൽക്കൽ എത്തി. യേശു അവളെ കരച്ചിൽ കണ്ടിട്ട് കർത്താവിന് മനസ്സിലൂർ തോന്നി. യേശു അവളോട് പറഞ്ഞു, കരയണ്ട എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ആ മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ആ മരിച്ചു കിടക്കുന്ന അവളുടെ മകനോട് യേശു കർത്താവ് പറയുകയാണ്, ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് പറഞ്ഞതും അവൻ ചാടി എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറയട്ടെ, അവൾക്ക് ഭയങ്കര സന്തോഷവുമായി. ആ പട്ടണം മുഴുവൻ ആനന്ദിക്കാൻ തുടങ്ങി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശു കർത്താവിന് മനസ്സലും ആരോടാണ് തോന്നിയിരിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ വേദന മാറാൻ പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രയാസം മാറാൻ പോവുകയാണ്. അവൻ്റെ ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, കർത്താവിന് നിന്നോട് മനസ്സലിവ് ഉണ്ടെങ്കിൽ, കർത്താവ് നിന്നെ കണ്ട് മനസ്സറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, നിൻ്റെ എല്ലാ പ്രതികൂലങ്ങൾക്കും, എല്ലാ കടഭാരങ്ങളിലേക്കും, നിൻ്റെ എല്ലാ മദ്യപാനങ്ങളിൽ നിന്നും, മയക്കുമരുന്നുകളിൽ നിന്നും, എല്ലാ ആഭിചാരത്തിൻ്റെ പോരുകളിൽ നിന്നും കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ. യേശുക്രിസ്തു നയ്യും പട്ടണത്തോട് അടുക്കുമ്പോൾ അവിടെ ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി മഞ്ചത്തിലാക്കി കൊണ്ടുവരുന്നതായി കാണുവാനിടയെത്തുന്നു. കാരണം അവിടെ ഭർത്താവ് മരിച്ചുപോയി നാളുകളായി. ആ ഒരു വേദന മാറാത്ത മുമ്പ് ആകെയുള്ളൊരു മകനായിരുന്നു, അവനും നഷ്ടപ്പെട്ടു പോയി. ആ വിധവയുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം മുന്നോട്ടില്ലെന്ന്, ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണെന്ന്, എൻ്റെ ജീവിതം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്ന് വളരെ പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ആ മകനെ പെട്ടിക്കകത്ത് അല്ലെങ്കിൽ മഞ്ചത്തിക്ക് ആക്കി ചുമന്നുകൊണ്ട് പട്ടണത്തിൻ്റെ പുറത്തുകൊണ്ട് അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് ആ പട്ടണ വാതിൽക്കൽ എത്തി. യേശു അവളെ കരച്ചിൽ കണ്ടിട്ട് കർത്താവ്